ജയ് സീതാറാം. നമസ്തേ. ഇത് ലോക പ്രശസ്തമായ മാനവ മൈത്രിയുടെ 4 മതസ്ഥരുടെയും ദേവാലയങ്ങളുള്ള കോട്ടയിൽ കോവിലകം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ആർക്കിയോളജിയുടെ സംരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ദേവാലയങ്ങൾ 3 ദേവാലയങ്ങളും 2 ദേവാലയങ്ങൾ, ക്രിസ്ത്യൻ ദേവാലയവും യഹൂദ ദേവാലയവും ആർക്കിയോളജി അല്ലെങ്കിൽ സർക്കാരിൻ്റെ ചെലവിൽ പൂർണ്ണമായി പണിത് കഴിഞ്ഞു. ഇന്ന് ഈ 250 വർഷത്തോളമായി കൃത്യമായ കാര്യങ്ങളൊന്നും നടക്കാതെ ഉള്ള ഒരു ശോചനീയാവസ്ഥ, കെട്ടിയും പൂട്ടിയൊക്കെ വെച്ചിട്ട് കിടക്കുകയാണ്. ഈ അവസ്ഥ കണ്ടോ? തീർച്ചയായിട്ടും വർഷങ്ങളായിട്ട് മെയിൻ്റെനൻസോ കാര്യങ്ങളോ സർക്കാരൊന്നും ചെയ്യാറില്ല. ഇത് പാലിയം ഗ്രൂപ്പ് ദേവസ്വത്തിൻ്റെ, പാലിയം കുടുംബത്തിൻ്റെ ക്ഷേത്രമാണെങ്കിലും സ്വാമി ഗുരുദാസാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രം പൊളിച്ച് പണിയാം എന്ന് വാക്ക് പറഞ്ഞിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഭൂമികൾ ഹാർമണി പാർക്കിനായി വിട്ടുകൊടുത്താൽ മാത്രമേ ഇത് പണിതു തരുള്ളൂ എന്നുള്ള അവസ്ഥയിൽ 20 വർഷത്തോളമായി ഈ ക്ഷേത്രത്തെ, ഇവിടുത്തെ ഭാരതീയ സംസ്കാരത്തെ, ഭാരതത്തിൻ്റെ പൈതൃകത്തെ, സനാതന ധർമ്മത്തെ മനഃപൂർവ്വം വഴുകിച്ചുകൊണ്ട് നമുക്ക് ഈ ക്ഷേത്രം പൊളിച്ച് പണിയാനുള്ള പെർമിഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവർ പണിയില്ല എന്ന് കറ തീർത്ത് പറഞ്ഞാൽ, ആർക്കിയോളജിയോ സർക്കാരോ ഇതിനെൻ്റെ ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുജനത്തിൽ നിന്ന് കണ്ടെത്തി ഇത് പണിയാൻ സാധിക്കും. തീർച്ചയായിട്ടും അതൊന്നുമല്ല ഇപ്പോൾ ആവശ്യം. തീർച്ചയായിട്ടും ഈ ഓടുകൾ ഈ മഴകർന്നടിഞ്ഞ് നിലത്ത് വീഴുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ പോലും ഒരാളും എത്തി നോക്കാനോ ഇതിനെക്കുറിച്ച് സഹകരിക്കാനോ ഇല്ലാതെ ഒരു മുസ്ലിം പള്ളി, തീർച്ചയായിട്ടും 250 വർഷം പഴക്കമുള്ള പള്ളി പൂർണ്ണമായി പൊളിച്ചു കളഞ്ഞുകൊണ്ട് വിദേശ അറബിയുടെ സഹായത്തോടെ പണിതു. അതിനകത്ത് നമുക്കെതിരൊന്നുമില്ല. പക്ഷേ തീർച്ചയായിട്ടും ഈ അമ്പലം പൊളിച്ചു പണിയാനോ അല്ലെങ്കിൽ പണിത് തരാനോ തയ്യാറാവാത്ത ഗവൺമെൻറ്റിൻ്റെ, രാഷ്ട്രീയക്കാരുടെയും ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരുടെയും എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഹിന്ദുവിൻ്റെ ഒരു ദേവാലയം ആയതുകൊണ്ട് മാത്രം ഇത്രയും മോശാവസ്ഥയിൽ കിടക്കുന്ന അവസ്ഥയാണ്. തീർച്ചയായിട്ടും ഇവിടുത്തെ ക്രൈസ്തവ പള്ളിയും യൂതപ്പള്ളിയും കോടാനുകോടി രൂപ മുടക്കി മുന്നോട്ട് പോകുമ്പോൾ ഈ ക്ഷേത്രത്തിന് ഒരു ഓട് വെച്ച് മാറ്റാൻ, ഒരു ചെറിയ പണി പോലും നടത്താൻ ഇവരാരും തയ്യാറാകാതെ, ഈ ക്ഷേത്രത്തിൻ്റെ പണി മുന്നോട്ട് കൊണ്ടുപോകാതെ തീർച്ചയായിട്ടും മറ്റു അവസരങ്ങളില്ലാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഇത് വിട്ട് ഞാൻ ഈ കാണിക്കുന്നത് കണ്ടാൽ മനസ്സിലാവും. ഒരു കഷ്ണം തന്നെ ഇതിനകത്ത് എടുക്കുകയാണ്. വേണ്ട, ഇതിങ്ങനെ എടുത്ത് ഈ അവസ്ഥയിൽ ഈ നാട്ടിലെ 1250 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്ന വില്ലാർവട്ടം രാജവംശത്തിൻ്റെ ഗോവിന്ദപുരം ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ 250 വർഷത്തോളമായിട്ട് നമുക്ക് ഒരു തരത്തിലും ഇതിനെ പുനരുദ്ധരിക്കാനോ മറ്റൊന്നും സാധിച്ചിട്ടില്ല. ഇത് ചെയ്യേണ്ടത് സർക്കാർ ചെയ്യുമെന്ന് പറഞ്ഞ് ഇതിന് കംപ്ലീറ്റ് പ്ലാനുകളും പദ്ധതികളൊക്കെ തയ്യാറാക്കിയതാണ്. പക്ഷേ ഈ ക്ഷേത്രത്തിന് കുറേ ഭൂമിയുണ്ട്. ആ ഭൂമി അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകതയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെന്തായാലും ആര് സഹായിച്ചില്ലെങ്കിലും ഈ അടുത്ത ദിവസം തന്നെ, ഒരാഴ്ചക്കുള്ളിൽ തന്നെ പാലിയം സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് ഓർഡർ ഇറക്കി പട്ടിയെങ്കിലും മാറ്റി ഈ ക്ഷേത്രത്തിൻ്റെ ശോചനീയാവസ്ഥയിൽ നിന്ന് മാറ്റാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹായവും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ മാറ്റാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഈ വിഷു തുടങ്ങി ദശാവതാരം ചന്ദനം ചാർത്തും ഏപ്രിൽ 17 മുതൽ സപ്താഹവും നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇത് പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് വന്നൊരവസ്ഥയിൽ കംപ്ലീറ്റ് ചെതൽ പിടിച്ചിരിക്കണം. അപ്പോൾ ചെതലൊക്കെ മാറ്റിയെടുക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ, ജയ് സീതാറാം.